വാർത്തകളിലേക്ക് സ്വാഗതം. ദീർഘനാളായി തുടരുന്ന യുദ്ധത്തിന്റെ ആഘാതത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നിർണായക ഇടപെടലുമായി ജെറുസലേം ലത്തീൻ പാത്രിയാർക്കേറ്റ്. പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കപ്പെട്ട സാഹചര്യത്തിലും ഗാസയിലെ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തോട് ചേർന്നുള്ള സ്കൂൾ വരും സെപ്റ്റംബറോടെ തുറന്നു പ്രവർത്തിക്കാനാണ് പാത്രിയാർക്കേറ്റ് ശ്രമിക്കുന്നത്. ഇതിലൂടെ 1000ഓളം കുട്ടികൾക്ക് വീണ്ടും വിദ്യാഭ്യാസ സൗകര്യമൊരുക്കാൻ സാധിക്കുമെന്ന് വികാരി ജനറൽ ബിഷപ്പ് വില്യം ഹന്ന ഷോമാലി അറിയിച്ചു. ലോകമെമ്പാടുമുള്ള 6 ലക്ഷത്തോളം വരുന്ന കത്തോലിക്ക സന്യാസിനികളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മ ബ്രിട്ടീഷ് രാജ്ഞി കമില്ലയുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ജനവിഭാഗങ്ങളുടെ സംരക്ഷണവും സ്ത്രീ സുരക്ഷയും ലക്ഷ്യമിട്ട് സർക്കാരുകളും പൊതുസമൂഹവും സന്യാസ സഭകളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. 2025 ഒക്ടോബറിൽ റോമിൽ നടന്ന ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്ക് ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കത്തോലിക്ക സന്യാസിനികൾ നടത്തുന്ന കാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ അംഗീകാരമായാണ് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിൽ പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയ കേസിൽ നിർണായക തിരുത്തലിലേക്ക് ഭരണഘടനാ കോടതി 13കാരിയായ മരിയ ഷഹബാസിനെ അക്രമിക്കൊപ്പം വിട്ടയച്ച തങ്ങളുടെ വിവാദ ഉത്തരവ് ഫെഡറൽ ഭരണഘടനാ കോടതി പുനഃപരിശോധിക്കും. ആഗോളതലത്തിൽ ഉയർന്ന ശക്തമായ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് കോടതിയുടെ ഈ പിൻവാങ്ങൽ. കേസിൽ ജൂലൈ 24-ന് കോടതി ആദ്യവാദം കേൾക്കും. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലാഹോറിൽ നിന്ന് 30കാരനായ ഷെഹറിയാർ അഹമ്മദ് എന്നയാൾ 13 വയസ്സുകാരിയായ മരിയെ തട്ടിക്കൊണ്ടുപോയത്. ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത പീഡനത്തിനും വിവേചനത്തിനും ഇരയാകുന്നതായി അന്താരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിരീക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പുറത്തുവിട്ട ആഗോള പീഡന സൂചികയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്തെ ഒട്ടുമിക്ക വികസിത മേഖലകളിലും ക്രൈസ്തവ വേട്ട ശക്തമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മധ്യപൂർവേഷ്യ, വടക്കേ ആഫ്രിക്ക, ദക്ഷിണേഷ്യ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നീ മേഖലകളിലാണ് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്. ക്രൈസ്തവർക്ക് നേരെ അതിക്രമങ്ങൾ ഏറ്റവും രൂക്ഷമായി നടക്കുന്ന രാജ്യങ്ങളിൽ നൈജീരിയ, നിക്കരാഗോ, സിറിയ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയും മുൻനിരയിലുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നൈജീരിയയിൽ വർദ്ധിച്ചുവരുന്ന അരക്ഷിതാവസ്ഥയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. രാജ്യത്തെ സുരക്ഷാ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോൺ ഒനയേക്കൻ തുറന്നടിച്ചു. കാത്തലിക് മെൻ ഓർഗനൈസേഷൻ ഓഫ് നൈജീരിയയുടെ 25ാം വാർഷിക ആഘോഷവേളയിലാണ് കർദിനാൾ ജോൺ ഒനയേക്കൻ സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയത്. വിജയകരമായ ചില രക്ഷാപ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ട് മാത്രം നൈജീരിയയിലെ സുരക്ഷാ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു എന്ന് കരുതാനാവില്ല. നിരവധി നിരപരാധികൾ ഇപ്പോഴും ഭീകരരുടെ പിടിയിലാണെന്നും അടിയന്തരവും ശക്തവുമായ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും കർദിനാൾ വ്യക്തമാക്കി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.